ഞാൻ എക്സൈസ് വകുപ്പിനെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. അവരൊരു വലിയ ഡ്രൈവാണ് മയക്കുമരുന്നിനെതിരായി തുടങ്ങിയിരിക്കുന്നത്. നമ്മുടെ യുവത്വത്തെയും വരാനിരിക്കുന്ന തലമുറകളെയും എല്ലാം ഇല്ലാതാക്കി കളയുന്ന വലിയൊരു വിപത്താണ് മയക്കുമരുന്നെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാ വീട്ടിലും 1-2 കുഞ്ഞുങ്ങളൊക്കെ ഉള്ളൂ, എല്ലാ വീടുകളിലും. ആ കുടുംബത്തിൻ്റെ മുഴുവൻ സ്വപ്നവും മുഴുവൻ പ്രതീക്ഷയും എന്ന് പറയുന്നത് ആ കുഞ്ഞുങ്ങളാണ്. മാതാപിതാക്കൾ അത്രയും താലോലിച്ചാണ് നിങ്ങളെല്ലാവരെയും വളർത്തുന്നത്, സ്നേഹിച്ച് അല്ലേ, നിങ്ങളിൽ എല്ലാ പ്രതീക്ഷയും അർപ്പിച്ച. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം ഞാൻ ആവർത്തിച്ച് പറയുന്നു, നിങ്ങളെക്കുറിച്ച് പ്രതീക്ഷയുള്ളത് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് മാത്രമല്ല, ഞങ്ങൾക്കും കൂടിയുള്ള പ്രതീക്ഷയാണ് നിങ്ങളെല്ലാം. ഈ നാടിന് മാറ്റമുണ്ടാകണമെങ്കിൽ നിങ്ങളെല്ലാം മിടുമിടുക്കികളായി മിടുമിടുക്കന്മാരായി വളർന്നു വന്നിട്ടാണ് ഈ നാടിന് വലിയ മാറ്റമുണ്ടാകേണ്ടത്. ലോകത്തിൻ്റെ നെറുകയിലേക്ക് നമ്മുടെ നാടിനെ എത്തിക്കേണ്ടത് നിങ്ങൾ വളർന്നു വന്നിട്ടാണ്. ആ നിങ്ങളെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളെ വ്യക്തിപരമായി മാത്രമല്ല തകർക്കുന്നത്, നിങ്ങളുടെ കുടുംബത്തെയും തകർക്കുകയാണ്, ഈ നാടിനെയും തകർക്കുകയാണ്. വ്യക്തിയെ മാത്രമല്ല, വ്യക്തിയെ തകർക്കുന്നതിലൂടെ കുടുംബത്തെയും നാടിനെയും തകർത്ത് ഈ നാടിൽ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുകയാണ്. അപ്പം നമ്മൾ തീരുമാനിക്കേണ്ടത് എന്താണ്? നമ്മുടെ കുഞ്ഞുങ്ങളെ കൊലയ്ക്ക് കൊടുക്കാൻ നമ്മൾ സമ്മതിക്കില്ല എന്ന തീരുമാനമാണ്. എത്ര വലിയ ഉയരങ്ങളിൽ എത്തേണ്ട കുട്ടികളാണ് നിങ്ങളെല്ലാം, എത്ര സ്വപ്നങ്ങളാണ് നിങ്ങളുടെ കണ്ണുകളിൽ നിറയുന്നത്. എത്രയോ നന്നായി പഠിച്ച് അല്ലേ മിടുമിടുക്കികളായി മിടുമിടുക്കന്മാരായി എത്രയോ ഉന്നതമായ തലങ്ങളിൽ എത്തേണ്ടവരാണ്. ഈ വഴിയിൽ വീണു പോകുന്നത്, വഴിയിൽ തളർന്നു പോകുന്നത്, ഇല്ലാതായി പോകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇത് മാതാപിതാക്കളുടെയോ മാത്രം വിഷയമല്ല, എക്സൈസിൻ്റെയോ പോലീസിൻ്റെയോ മാത്രം വിഷയമല്ല, നമ്മുടെ ഈ സമൂഹത്തിൻ്റെ മൊത്തം വിഷയമായി നമ്മൾ അതിനെ ഏറ്റെടുത്തേ മതിയാവും. അതില്ലാതാക്കാൻ കേരളത്തെ, നമ്മുടെ നാടിനെ, നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ വളർന്നു വരുന്ന നമ്മുടെ ചെറുപ്പക്കാരെ ഈ മയക്കുമരുന്നിനും അവരുടെ ലോബിക്കും അവരുടെ മാഫിയയ്ക്കും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നുള്ള പ്രഖ്യാപനവുമായിട്ടാണ് എക്സൈസ് വകുപ്പ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി വിശദീകരിച്ചതുപോലെ കൃത്യമായ ഒരു ചാനലിലൂടെ, കൃത്യമായ പദ്ധതികളിലൂടെ ഇതിൻ്റെ വേരറുക്കുക എന്നതാണ് നമ്മുടെ കാര്യം. ആരാണ് ഇവിടെ വിപണനം ചെയ്യുന്നത്? ഇത്ര വലിയ നെറ്റ്വർക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് ആരാണ്? ഇത്രയും വലിയ മാഫിയ ആരാണ്? ആ മാഫിയയെ മുഴുവൻ എവിടെ നിന്നാണ് ഇത് വരുന്നതെങ്കിലും, ഏത് സംസ്ഥാനത്ത് നിന്നാണ് ഇത് വരുന്നതെങ്കിലും, ഏത് മാർഗത്തിലൂടെയാണ് വരുന്നതെങ്കിലും അതിനെ മുഴുവൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള കഠിനമായ പരിശ്രമങ്ങളുമായി എത്ര വലിയ ഉന്നതന്മാരാണെങ്കിലും എത്ര വലിയ ആളുകളാണെങ്കിലും അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ഇത് അവസാനിപ്പിക്കാനുള്ള ദൃഢനിശ്ചയത്തോടു കൂടിയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതിന് എക്സൈസ് വകുപ്പ് ചെയ്യുന്ന എല്ലാ നടപടികൾക്കും ഞാൻ എല്ലാ പിന്തുണയും ഈ അവസരത്തിൽ നേരുന്നു. ഏത് കാര്യവും ഇത് അവസാനിപ്പിക്കാൻ, ഇത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടും വരാനിരിക്കുന്ന തലമുറകൾക്കും വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. ഏതറ്റം വരെയും ഈ കാര്യത്തിൽ പോകും എന്നുള്ള വാക്കാണ് എനിക്ക് പൊതുസമൂഹത്തിന് നൽകാനുള്ളത്. ഇവിടെ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് എക്സൈസ് വകുപ്പും നമ്മുടെ പ്രിയങ്കരനായ ശ്രീ മോഹൻലാൽ രൂപീകരിച്ചിട്ടുള്ള വിശ്വശാന്തി ഫൗണ്ടേഷനും ചേർന്നാണ്. അദ്ദേഹം ഇതുപോലുള്ള ഒരു പരിപാടി, ഈ ഒരു ഫൗണ്ടേഷൻ രൂപീകരിച്ചത് തന്നെ ഇത്തരം ലക്ഷ്യങ്ങളോട് കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളുടെ പേരിലാണ് വിശ്വശാന്തി എന്നുള്ള പേര് തന്നെ ഉണ്ടായിരിക്കുന്നത്. ആ വിശ്വശാന്തിയുടെ പേരിൽ അദ്ദേഹം എന്നെ വിളിച്ച് ഫോണിൽ സംസാരിച്ചിരുന്നു. ഈ പദ്ധതി അദ്ദേഹം ഇതോടുകൂടിയാണ്, വളരെ ശ്രദ്ധയോടുകൂടിയും വളരെ സന്തോഷത്തോടു കൂടിയുമാണ് വിശ്വശാന്തി ഫൗണ്ടേഷൻ ഈ പരിപാടിയിൽ പങ്കുചേരുന്നത്. നമുക്കെല്ലാം പ്രിയപ്പെട്ട ശ്രീ മേജർ രവി തന്നെ ഇതിൻ്റെ ഡയറക്ടറാണ്. അദ്ദേഹം കൂടി ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പ്രത്യേകമായി എത്തിയിട്ടുണ്ട്. ഞാൻ വിശ്വശാന്തി ഫൗണ്ടേഷനോടും പ്രത്യേകമായ നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഞാൻ പ്രത്യേകമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മളൊരു പ്രതിജ്ഞ എടുക്കുക. ഒരു കാരണവശാലും നമ്മൾ ഇതിലൊന്നും വീഴില്ല. നമ്മുടെ കൂട്ടത്തിൽ ഒരാളുണ്ടെങ്കിൽ അയാളെ പിന്തിരിപ്പിക്കാൻ വേണ്ടി കൂടി നമ്മൾ ശ്രമിക്കും. ഒരാളെയും, എൻ്റെ സ്കൂളിൽ ഞാൻ പഠിക്കുന്ന സ്ഥാപനത്തിൽ ഒരാൾ പോലും മയക്കുമരുന്ന് ഉപയോഗിക്കില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുടെ വോളണ്ടിയർമാരായി നിങ്ങളേവരും സ്വയം മാറണം എന്ന് മാത്രം വിനയപുരസരം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ
ഫ്ലാഗ് ഓഫ് കർമ്മം ഞാൻ നിർവഹിക്കുന്നതായി അറിയിക്കും.